നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭ 21-ാം വാർഡ് പച്ചക്കറി കൃഷിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് നടത്തി. മോഡൽ ഹൈസ്കൂൾ റോഡിൽ 30 സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തിയത്. വാർഡ് കൗൺസിലർ ജിനു ആന്റണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രകടനം നടത്തി കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി. ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ്. ഓണപ്പൂക്കളം വർണ്ണാഭമാക്കാൻ ശക്തിവേലിന്റെ പൂവിപണി സജീവം. വിവിധ വർണ്ണങ്ങളിലെ പൂക്കളാണ് തെരുവോരങ്ങളിൽ തയ്യാറായിരിക്കുന്നത്. മങ്കമാർക്ക് ചൂടാനുള്ള മുല്ലപ്പൂക്കളും സജീവം. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി വാഴക്കുളം മേഖലാ സമ്മേളനം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനം നടത്തി. VSS കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിനു പുള്ളുവേലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മീങ്കുന്നം പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്ത് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജേക്കബ് തലാപ്പള്ളി. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭ 21-ാം വാർഡിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് നടത്തി. മോഡൽ ഹൈസ്കൂൾ റോഡിൽ 30 സെന്റ് സ്ഥലത്താണ് നൂറുമേനി വിളയിച്ച കൃഷി നടത്തിയത്. മൂവാറ്റുപുഴ നഗരസഭ 21-ാം വാർഡ് കൂട്ടായ്മയുടെയും കൃഷിവകുപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെയും പൂക്കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി. മോഡൽ ഹൈസ്കൂൾ റോഡിൽ 30 സെന്റ് സ്ഥലത്താണ് വെണ്ട, വഴുതന, തക്കാളി, പയർ, ഓണപ്പൂക്കളം ഒരുക്കാൻ ബന്ദി, വാടാമുല്ല തുടങ്ങിയവ കൃഷി ചെയ്തത്. വാർഡ് കൗൺസിലർ ജിനു ആന്റണി പച്ചക്കറിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ 21-ാം വാർഡ് കൂട്ടായ്മയുടെയും കൃഷി വകുപ്പിന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ സെന്റ് അഗസ്റ്റിൻസ് സ്കൂളിലെ NSS കുട്ടികളുടെയും നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ ഓണത്തിനാവശ്യമായ പൂച്ചെടി വെച്ചുപിടിപ്പിക്കുകയും അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ധാരാളം മഞ്ഞയും ഓറഞ്ചും കാണുന്ന ചെണ്ടുമല്ലി പൂക്കൾ ഇവിടെ പറക്കുകയുണ്ടായി. മഴക്കാലമായിട്ട് കൂടി വളരെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ച് പൂക്കളം എടുക്കാൻ വേണ്ടി പൂക്കളം ഇടാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിച്ച നമ്മുടെ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കളമറച്ച് ശരിയാക്കിയ NSS കുട്ടികളെയും പ്രത്യേകം അനുമോദിക്കുന്നു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സുമായി ചേർന്നാണ് കൃഷി നടത്തിയത്. നട്ടുപരിപാലിച്ച പച്ചക്കറിയുടെയും പൂക്കളുടെയും വിളവെടുപ്പ് ആഘോഷമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും. വളരെ മനോഹരമായിട്ടുണ്ട്. ഞങ്ങളിത് നട്ടപ്പം മുതൽ ഞങ്ങളാണ് നട്ടപ്പം മുതൽ ഞങ്ങളിത് കാണുന്നതാണ്. ഇത് ഇത്രയും വളർന്ന് വലുതായാലും സന്തോഷം. ഇനി ഇത് ഓരോരുത്തർക്ക് ഞങ്ങൾ കൈമാറുന്നതാണ് ഓണത്തിന്റെ പ്രമാണിച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമ്മളിത് ചെയ്തായിരുന്നു. അപ്പൊ അന്നും ഇതുപോലെ ഒരുപാട് പൂക്കൾ അത്ര ഉണ്ടായില്ല എന്നാണ് ഇത്തവണ. പക്ഷെ നല്ല ഭംഗിയുണ്ടായി ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട്. പല കളറിൽ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളെ നട്ടാന്നും കൂടെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ട്. അസോസിയേഷൻ ഭാരവാഹികളായ റിജി PK, ജിമ്മി ജോസ്, ജേക്കബ് ടീപോൾ, മോഹനൻ, ഷീജ റിജി, റോണി, ഡോയൽ, സെന്റ് അഗസ്റ്റിൻ സ്കൂൾ NSS കോർഡിനേറ്റർ പ്ലെജി തുടങ്ങിയവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തി കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി. ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ച് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നാടെങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുമ്പോൾ പൂക്കളം കളറാക്കാൻ മൂവാറ്റുപുഴയിൽ പൂവിപണി സജീവമായി. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തെരുവോരങ്ങളിലും വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നത്. മഞ്ഞ, ഓറഞ്ച്, വെള്ള നിറങ്ങളിലുള്ള ബന്ദിപ്പൂക്കളും വാടാമല്ലിയും അരളിപ്പൂവും ചുവപ്പ് നിറത്തിലുള്ള ബട്ടൺ റോസിനുമാണ് ഡിമാൻഡ്. കൂടാതെ മുല്ലപ്പൂക്കളും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൂവുകൾക്ക് വലിയ വില കൂടുതലൊന്നും ഇല്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറമെ തെരുവോരങ്ങളിലും പൂവിപണികൾ സജീവമാണ്. പൂക്കളത്തിനുള്ള പൂക്കളെ കൂടാതെ ഓണാഘോഷത്തിനൊരുങ്ങുന്ന മങ്കമാർക്ക് ചൂടാനുള്ള മുല്ലപ്പൂക്കളുടെ വിൽപ്പനയും തകൃതിയായാണ് നടക്കുന്നത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ വിവിധ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി വാഴക്കുളം മേഖലാ സമ്മേളനം നടത്തി. പരീക്കപ്പീടിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വാഴക്കുളം കല്ലൂർക്കാട് കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം VSS കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബിനു പുള്ളുവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് KU മുഖ്യപ്രഭാഷണം നടത്തി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, we take care of your health.
മീങ്കുന്നം പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജേക്കബ് തലാപ്പിളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് MD എമ്മാനുവൽ അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റിൻ ചേറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആരക്കുഴ പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു ഓണ സന്ദേശം നൽകി. താലൂക്ക് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി PK വിജയൻ സമ്മാനദാനം നിർവഹിച്ചു. പെരുമ്പല്ലൂർ കണ്ണാത്തുകുഴിയിൽ KK ജോസഫ് 86 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 11-ന് പെരുമ്പല്ലൂർ സെന്റ് പിയൂസ് പള്ളിയിൽ. ഭാര്യ ത്രേസ്യാമ്മ, മക്കൾ രാജു, മിനി, മേബിൾ, ജെയിംസ്, മരുമക്കൾ സിനി, സാജു, സന്തോഷ്, സിൻഡ. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.